വൃന്ദേ കോൾ സ്പീക്കറിലിട്. ഹലോ, ആരാ? ഹലോ, ആരാ നിങ്ങള്? ആരവനെ നിങ്ങൾ സംരക്ഷിക്കരുത്. അവനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും. നീ ചോദിക്കേ, നിന്നെ പറ്റിയില്ലേ? ഇപ്പൊ നിനക്ക് നാവില്ലേ ചോദിക്കാൻ? നീ ആരാ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നേരിട്ട് ഞങ്ങളുടെ മുന്നിൽ വാ. അതെ, അൺനോൺ നമ്പറിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയാലൊന്നും ഞങ്ങൾ പേടിക്കില്ല. സത്യം പറ, നീ ആരാ? എടാ, അന്തസ്സുള്ളവനാണെങ്കിൽ നീ നിന്റെ പേര് പറ, അഡ്രസ് പറ, ധൈര്യം ഉണ്ടെങ്കിൽ പറയടാ. ആരവ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ? ദേ, ഇനി ഇതുപോലുള്ള അനോണിമസ് കോൾ ചെയ്താ നിന്നെ ഞങ്ങളെ പോലീസിൽ ഏൽപ്പിക്കും. എന്താണോ നിനക്ക് നാവില്ലേ? കോള് കട്ടായെന്ന് തോന്നുന്നു. എടാ, നീ എന്താടാ അവനോട് മിണ്ടായിരുന്നേ? ഞാൻ ബുദ്ധിപൂർവ്വം മിണ്ടാതിരുന്ന അല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണല്ലോ ഫോണിൽ വിളിച്ച ആള് പറഞ്ഞേ. അപ്പൊ ഞാൻ സംസാരിച്ച അയാള് പറയുന്നത് സത്യമാണെന്ന് വരില്ലേ? അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നേ. ഇവൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് ആരോ കോൾ ചെയ്തതാ. എനിക്ക് പേടിയായി തുടങ്ങി. ഫോണിൽ വിളിച്ച ആള് പോലീസിനെ അറിയിക്കോ? അയാള് പോലീസിൽ അറിയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെയെങ്കിൽ നമ്മളെ എന്തിനാ വിളിക്കുന്നേ? പോലീസിനെ വിളിച്ചാ പോരെ? എന്റെ സംശയം ആ CCTV ആണോന്നാ. അല്ല, അയാൾ എന്തിനാ ഇങ്ങനൊരു കോൾ ചെയ്യുന്നേ? അയാളാള് സ്ട്രേറ്റ് ഫോർവേഡാ. കിരണിന്റെ ഒരു സിം കാർഡ് അയാളുടെ കൈ കൊടുത്തിരിക്കയല്ലേ, അതിൽ നിന്ന് വൃന്ദയുടെ നമ്പർ തപ്പിയെടുത്ത് പണി തന്നതായിക്കൂടെ? ബട്ട് ആരഫ്, ആ പേര് അയാൾക്ക് എങ്ങനെ അറിയാം? കൺഫ്യൂഷൻ ആയല്ലോ. എന്തായാലും നാളെ ആവട്ടെ. ഈ അൺനോൺ നമ്പർ കളി എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. ഇപ്പൊ ഇതിനെപ്പറ്റി സംസാരിച്ചാൽ എവിടെ എത്തില്ല. എല്ലാരും വന്ന് കിടക്ക്.